നമസ്കാരം. റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ പതിയെ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് തന്നെ മാറുകയാണ്. ഇടയ്ക്ക് ഒളിമ്പിക്സ് ഉണ്ട്, അത് മറക്കുന്നില്ല. പക്ഷെ ഒളിമ്പിക്സിലെ സീനിയർ ഫുട്ബോൾ അല്ലല്ലോ. ഏതായാലും ക്ലബ് ഫുട്ബോളിൻ്റെ ഈ ഒരു ആവേശത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ ക്ലബ്ബുകളുടെ റാങ്കിങ് ഒന്ന് പരിശോധിക്കുകയാണ്. മെൻസ് ക്ലബ് വേൾഡ് റാങ്കിങ്ങുകൾ നമുക്കങ്ങനെ അങ്ങ് ലഭിക്കാറില്ല. IFFHSും അതുപോലെ തന്നെ ഒപ്റ്റ അനലിസ്റ്റും ഒക്കെയാണ് ഇങ്ങനെ വേൾഡ് റാങ്കിങ് അവതരിപ്പിക്കാറുള്ളത്. ഇപ്പോൾ IFFHSന്റെ ഏറ്റവും പുതിയ വേൾഡ് റാങ്കിങ് നമ്മൾ നോക്കുകയാണ്. അവർ ഇത് കഴിഞ്ഞൊരു വർഷം, അതായത് കഴിഞ്ഞ 2023 ജൂലൈ മുതൽ ഇപ്പോൾ ഇക്കഴിഞ്ഞ ജൂൺ വരെ ഉള്ള ഏറ്റവും പുതിയ ക്ലബ് റാങ്കിങ് ആണ് ഈ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് റയൽ മാഡ്രിഡ് ആണ്. സ്പാനിഷ് ടീമിൻ്റെ പോയിന്റ് കണക്കാക്കിയിരിക്കുന്നത് 371. രണ്ടാമത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അവരുടെ റാങ്കിങ് കണക്കാക്കുന്നത് 369. മൂന്നാമത് വരുന്നത് ബയർ ലെവർക്യൂസൻ ആണ്. അവരുടെ റാങ്കിങ് പോയിന്റ് വരുന്നത് 355. നാലാമത് അറ്റ്ലാന്റ വരുന്നു, ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റ. അഞ്ചാമത് ബൊറൂസിയ ഡോർട്ട്മുണ്ട്. ആറാമത് അത്ലറ്റിക്കോ മാഡ്രിഡ്. 2 ടീമുകളുണ്ട്. ബയൺ മ്യൂണിക്കും ആറാമതാണ്. അതുകൊണ്ട് പിന്നെ 7 ഇല്ല, 2 6 ഉള്ളതുകൊണ്ട്. എട്ടാമത് FC ബാഴ്സലോണ. 9 ആഴ്സണൽ. 10 ഇന്റർ മിലാൻ. ഇതാണ് ഇപ്പം IFFHSന്റെ റാങ്കിൽ ആദ്യം 10 സ്ഥാനത്തുള്ളവർ. 11 PSG ആണ്. 12 ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസ്. 2 12 ഉണ്ട്. AS റോമയും 12 ആണ്. 14 ലിവർപൂള്. 15 ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിംഗോ. 16 ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടഫാഗോ. 17 ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസ്. 18 ബ്രസീലിയൻ ക്ലബ്ബ് സാവോ പോളോ. 19 ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹ്ലി SC. 19 3 ടീമുകളുണ്ട് യഥാർത്ഥത്തിൽ. സ്പോർട്ടിംഗ് ലിസ്ബൺ, പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബൺ, അതുപോലെ തന്നെ ബെൽജിയം ക്ലബ്ബായിട്ടുള്ള യൂണിയൻ സെന്റ് ഗിലോയിസ് എന്നീ ടീമുകൾ 19 വരുന്നു. അപ്പോൾ പിന്നെ 3 19 വന്നതുകൊണ്ട് 22 ആണ്. അടുത്ത് AC മിലാനാണ് 22 വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് തുടക്കത്തിലുള്ള ആദ്യ 10-20 സ്ഥാനത്തുള്ള ടീമുകൾ. ഇനി സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ആരാധകർ ഏറെ ലിയോ മെസ്സിക്കും അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ക്ലബ്ബുകളുടെ ആ ഒരു റാങ്കിങ് കൂടി നോക്കുകയാണ്. അൽ നസറിൻ്റെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ 71 സ്ഥാനത്താണ് ഇപ്പോൾ അൽ നസർ ഉൾപ്പെട്ടിരിക്കുന്നത്. സൗദി ക്ലബ്ബായിട്ടുള്ള അൽ നസർ 71 വരുമ്പോൾ ഇന്റർ മയാമി എത്രയാണ്? ലിയോ മെസ്സിയുടെ ക്ലബ്ബായിട്ടുള്ള ഇന്റർ മയാമിയുടെ റാങ്കിങ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 209 സ്ഥാനത്താണ് ഇന്റർ മയാമി വന്നിരിക്കുന്നത്. USA ക്ലബ്ബായിട്ടുള്ള ഇന്റർ മയാമി നേരത്തെ പ്രസിദ്ധീകരിച്ച റാങ്കിങ് 218 ആയിരുന്നു. അതൊരു അല്പം മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇനി സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാല്, അതായത് നെയ്മർ ജൂനിയർ കളിക്കുന്ന അൽ ഹിലാലിന്റെ റാങ്കിങ് വരുന്നത് 40 ആണ്. ഇതാണിപ്പം ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ IFFHS പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.